പ്രൈവറ്റ് ആശുപത്രികളിലായിട്ടുള്ളത് സർക്കാർ ആശുപത്രിയിൽ 12 കുട്ടികളാണ്. ടോട്ടൽ 38 കുട്ടികൾ ഈ ബത്തേരിയുടെ പരിസരം, അതായത് പ്രൈവറ്റ് ഹോസ്പിറ്റലും ഇവിടെ ഉൾപ്പെടെ, മെഡിക്കൽ അതേപോലെ സർക്കാർ ആശുപത്രി ഉൾപ്പെടെ. അതിൽ 2-3 കുട്ടികൾക്കാണ് കുറച്ച് ചുമ പനിയൊക്കെ കാണുന്നത്. 3 കേസ് മൊത്തം പോസിറ്റീവാണ്. ഇന്നിപ്പോൾ ഒന്നും കൂടെ വന്നിട്ടില്ല. 2 കേസായിരുന്നു ഇന്നലെ വരെ. ഇന്നിപ്പോൾ 3ാമത്തെ കേസ് പോസിറ്റീവായിട്ടുണ്ട്. എങ്കിലും ഒരു എന്താ പറയേണ്ടത്, അതായത് ഭയപ്പെടേണ്ട സാഹചര്യമില്ല. കുട്ടികളുടെ ജീവനെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടേണ്ട സാഹചര്യമില്ല. അതാണ് ഇപ്പോഴത്തേത്. പിന്നെ ഇതെങ്ങനെ വന്നു എന്നുള്ളതിൻ്റെയാണ്. അതിൽ നിങ്ങൾക്ക് തന്നെ അറിയാം, ബോർവെല്ലിൻ്റെ റിസൾട്ട് നെഗറ്റീവായിരുന്നു. എന്നാൽ കിണറ്റിലെ വെള്ളത്തിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല. നാളെ വൈകുന്നേരം ആകുമ്പോഴേക്ക് എത്തുന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ആലോചിക്കാം. കാരണം രക്ഷിതാക്കൾക്കൊരു ഭയമുണ്ട്, കിണറിനാണ് അസുഖം വന്നതെങ്കിൽ പിന്നെ അങ്ങോട്ട് സ്കൂളിലേക്ക് വിടാൻ ഒരു ഭയം രക്ഷിതാക്കൾ പ്രകടിപ്പിച്ചു. ഏതായാലും നാളെ വൈകുന്നേരത്തിനുള്ളിൽ അതിൻ്റെ റിസൾട്ട് വരും. വന്നതിന് ശേഷം ആലോചിക്കാം. ഈ പേരൻസൊക്കെ പങ്കുവെക്കുന്ന ഒരു ആശങ്ക, ഇപ്പം സെക്കൻഡ് കോണ്ടാക്ട് ഉണ്ടല്ലോ, സമ്പർക്കം പുലർത്തിയ കുട്ടികൾ, സഹോദരങ്ങളൊക്കെ പഠിക്കുന്ന സ്കൂളുകൾ. അപ്പോൾ അവിടുത്തെ സ്കൂളുകളിൽ കുട്ടികൾ പോവുകയും വരികയൊക്കെ ചെയ്യുന്നതുകൊണ്ട് അവർക്കൊരു ആശങ്കയുണ്ട്. അപ്പോൾ അവധിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിഗണിക്കുക. ഞാൻ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി അത് കലക്ടറുമായിട്ട് ആലോചിച്ച് തീരുമാനം അറിയിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് കാലത്ത് സംസാരിച്ചിരുന്നു. മാത്രമല്ല, ഇവിടെ മഴ വളരെ ശക്തമാണ്. ആ നിലയ്ക്ക് അവധി കൊടുക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് കലക്ടറായിട്ടൊന്ന് സംസാരിക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രിയോട് പറഞ്ഞിരുന്നു. അത് അദ്ദേഹം സംസാരിച്ച് വേണ്ട നിലപാട് സ്വീകരിക്കും. ഈ പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് അത് വളരെ ശക്തമായിട്ട് ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഫുഡ് ആൻഡ് സേഫ്റ്റി കാർഡ് പറഞ്ഞിട്ട് എല്ലാ കടകളും പരിശോധിക്കുക. വൃത്തിഹീനമായിട്ടുള്ള തട്ടുകടകൾ പൂട്ടിക്കണം. അപ്പോൾ അതിലൊക്കെ കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മരുന്നുകൾ എല്ലായിടത്തും സ്റ്റോക്കുണ്ട്, പ്രയാസമൊന്നുമില്ല. പിന്നെ ഇത് വരാതിരിക്കാനുള്ള നടപടികൾ, ഹോട്ടലുകളിലൊക്കെ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കൊടുക്കാവൂ എന്ന് കർശനമായി പറഞ്ഞിട്ടുണ്ട്. അത് നടത്താത്ത ഹോട്ടലുകൾക്കെതിരായിട്ട് നടപടി ഉണ്ടാകും. പിന്നെ ആരോഗ്യം മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, മറ്റ് വകുപ്പുകൾ, പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ പരിസരം വൃത്തിയാക്കേണ്ട ചുമതലയൊക്കെ അവർക്കുണ്ട്. അവരും കൂടെ സഹകരിക്കണം. ഇത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനെ പൂർണ്ണമായിട്ടും പ്രതിരോധിക്കാൻ കഴിയൂ. ഏതായാലും ആരോഗ്യവകുപ്പും ഫുഡ് സേഫ്റ്റിയും വളരെ കർശനമായിട്ട് ഞങ്ങളുടെ നിർദ്ദേശങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. കുട്ടികളുടെ സ്കൂളുകളുടെ ആദ്യം പരിശോധനയൊക്കെ നടത്തിയതിനു ശേഷമാണല്ലോ സ്കൂൾ തുറന്നത്. വീണ്ടും ഒന്നുകൂടി പരിശോധിക്കണമെന്നും റിപ്പോർട്ട് നൽകണമെന്നും പറഞ്ഞിരുന്നല്ലോ. തീർച്ചയായും സംസ്ഥാന തലത്തിൽ അങ്ങനെ ഒരു ആലോചന ഉണ്ടോ? വീണ്ടും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ കിണറുകളൊക്കെ പരിശോധിച്ച് വീണ്ടും ഒന്നുകൂടി ഉറപ്പിക്കും. അത് ഒന്ന് മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ച് തീരുമാനം എടുക്കുന്നത്. സ്വകാര്യ ആശുപത്രികളിലൊക്കെ മറ്റു കുട്ടികളും അഡ്മിറ്റ് ആയിട്ടുണ്ട്. അവരെയൊക്കെ എങ്ങനെയാണ് അവരുടെ ചികിത്സാ ചെലവ്? അതെല്ലാം സർക്കാർ തന്നെ അക്കാര്യത്തിൽ വേണ്ട നടപടി സ്വീകരിക്കും. കേരളത്തിൽ പല സീസൺ ആകുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു പകർച്ചവ്യാധികൾ ഉണ്ടാകുന്നത്. എങ്ങനെ കേരളത്തിൽ പല സീസൺ ആകുമ്പോൾ മഴ വരുമ്പോഴാണ് ഇത്തരത്തിൽ പകർച്ചവ്യാധികളുടെ ഒരു വ്യാപകമായി ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൽ വ്യക്തമായ പഠനം ഇനി നടത്തുന്നുണ്ട്. അതായത് ഞങ്ങൾ സത്യം പറഞ്ഞാൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ഗവൺമെൻറ് നൽകുന്നുണ്ട്. ഇപ്പം ഞാൻ പറയാം, ഞങ്ങളുടെ സർക്കാർ ചാർജ് എടുത്ത ആ ദിവസം 18-ാം തീയതി ആദ്യ ക്യാബിനറ്റിൽ തന്നെയാണ് എല്ലാ ജില്ലകൾക്കും 1 കോടി വെച്ച് നൽകാൻ തീരുമാനിച്ചത്. ഞങ്ങൾ അധികാരത്തിൽ വന്ന സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം. പക്ഷേ കഴിഞ്ഞ ഒരു ഇലക്ഷൻ്റെ ഒരു മൂടൊക്കെ കാരണം അത് പലയിടത്തും നടന്നില്ല. കാരണം പെരുമാറ്റച്ചട്ടവും കാര്യങ്ങളൊക്കെ കാരണം സാധാരണ സ്വീകരിക്കുന്ന നടപടികൾ ചിലയിടത്ത് ഉണ്ടായി കാണില്ല. ഒരുപക്ഷെ അതും ഈ രോഗത്തിൻ്റെ വ്യാപനത്തിന് കാരണമായി കാണാം. വയനാട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ചികിത്സാ പ്രശ്നങ്ങൾ ഒരുപാടൊക്കെ ഉണ്ടല്ലോ. അത് ചില ഡിപ്പാർട്ട്മെൻറ്റിന് ഡോക്ടർമാരില്ലാത്ത പരാതി വന്നിട്ടുണ്ട്. ഇപ്പോൾ ന്യൂറോ, നെഫ്രോളജി, റേഡിയോളജി, ആ 3നും PSCയിലേക്ക് നിയമനത്തിന് വേണ്ടി ആരോഗ്യവകുപ്പ് കത്തയച്ചിട്ടുണ്ട്. ലിഫ്റ്റ് പ്രവർത്തിക്കാതെ കുറേ നാളായി അവിടെ. ഇപ്പോൾ ഞാൻ പറയാം, ഈ മെഡിക്കൽ കോളേജ് യാതൊരു സൗകര്യവും നോക്കാതെ എടുത്ത് ചാടി ആരംഭിച്ച. പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോൾ എന്തായാലും ആ മെഡിക്കൽ കോളേജ് നിലനിർത്തണമല്ലോ, അതൊരിക്കലും പൂട്ടാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഡെവലപ്മെൻറ്റിന് ഇപ്പോൾ 28 ഏക്കർ റവന്യൂ ഭൂമി ഏറ്റെടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. 28 ഏക്കർ വനഭൂമി ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പകരം 28 ഏക്കർ റവന്യൂ ഭൂമി തിരിച്ച് ഫോറസ്റ്റിന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് കേന്ദ്ര ഗവൺമെൻറ് പെർമിഷൻ വേണം. ഞങ്ങൾ അതിന് കാത്തിരിക്കുകയാണ്.
ഇന്നലത്തോടുകൂടെ സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ നടപടിയും ഞങ്ങൾ പൂർത്തിയാക്കി. അതിൻ്റെ ഇനിയിപ്പോൾ കേന്ദ്രത്തിൻ്റെ പെർമിഷൻ കിട്ടാൻ DME-നെ തന്നെ ഞങ്ങൾ ഡൽഹിക്ക് അയക്കുക. അതുകൊണ്ട് ഈ മെഡിക്കൽ കോളേജ് പ്രാവർത്തികമാക്കണം. അത് തന്നെയാണ് പുതിയ ഗവൺമെൻറ് നിലപാട്. ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഞങ്ങൾ മുമ്പ് ഭരണവിഷയമായിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് വീരേന്ദ്രകുമാറിൻ്റെ കുടുംബം 50 ഏക്കർ മടക്കിയമലയിൽ നൽകിയത്. അവിടെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തറക്കല്ലിട്ടു. ഈ സർക്കാർ പിന്നീട് വന്ന പിണറായി സർക്കാർ ഒരു പ്രളയത്തിൻ്റെ പേരിൽ അതവിടുന്ന് മാറ്റി. അതിന് ഏറ്റവും ഒരു കാര്യം എന്ന് പറയുന്നത് വീരേന്ദ്രകുമാർ ഇടതുപക്ഷത്ത് പോയതിന് ശേഷമാണ് അദ്ദേഹമാണ് ഞങ്ങൾക്ക് ഈ സ്ഥലം തന്നത്. ഇപ്പോൾ ആ 50 ഏക്കർ ഇപ്പോൾ ഞങ്ങളുടെ കയ്യിലുണ്ട്, ആരോഗ്യവകുപ്പിൻ്റെ കയ്യിലുണ്ട്. പക്ഷേ വീരേന്ദ്രകുമാറിൻ്റെ കുടുംബം ആവശ്യപ്പെട്ടിട്ടുള്ളത് മെഡിക്കൽ കോളേജിനല്ലാതെ ഇനി സ്ഥലം മറ്റാവശ്യം. എന്തായാലും വയനാട്ടിലെ ഷിഗല്ല ബാധയുമായി ബന്ധപ്പെട്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.